നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അതിരപ്പിള്ളി എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടുകൊമ്പൻ അവശ്യനിലയിൽ. ചികിത്സ ഉറപ്പാക്കാൻ മെഡിക്കൽ സംഘം ഉടൻ സ്ഥലത്തെത്തും. വയനാട് മീനങ്ങാടിയിൽ കടുവ കൂട്ടിലായി. കടുവ കുടുങ്ങിയത് പാമ്പും കൊല്ലി കാവുങ്ങലിൽ സ്ഥാപിച്ച കൂട്ടിൽ. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരമില്ല. പരിമളത്തിന്റെ കുടുംബത്തിന് ആകെ ലഭിച്ചത് 50,000 രൂപ. വാഗ്ദാനത്തിൽ ഒതുങ്ങി 10 ലക്ഷവും മകളുടെ ജോലി. പത്തനംതിട്ട ഓമല്ലൂർ വയൽ വാണിഭത്തിന് നാളെ തുടക്കം. കാർഷിക വിപണന മേള നീണ്ടു നിൽക്കുന്നത് 1 മാസം. വേനലിനെ ചെറുക്കാൻ കോഴിക്കോട് കാരശ്ശേരിയിൽ തടയണ. ചെറുപുഴയിലെ തോട്ടക്കടവിൽ തടയണ നിർമ്മിച്ച് പഞ്ചായത്ത്. നിർമ്മാണത്തിന് മുൻകൈയെടുത്ത് ഹരിത കർമ്മസേനയും തൊഴിലുറപ്പ് തൊഴിലാളികൾ. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ അതിരപ്പിള്ളിയിൽ എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടുകൊമ്പനെ അവശ്യനിലയിൽ കണ്ടെത്തി. ഏഴാറ്റുമുഖം ഗണപതി എന്ന വിളിപ്പേരുള്ള കാട്ടുകൊമ്പനെയാണ് അവശ്യനിലയിൽ കണ്ടെത്തിയത്. രാവിലെ പുഴയിൽ നിന്നും കയറി വന്ന ആന നടക്കാനാകാതെ പ്ലാന്റേഷൻ തോട്ടത്തിൽ അവശ്യനിലയിൽ കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെയും ഏഴാറ്റുമുഖം സ്റ്റേഷനിലെയും വനപാലകർ എത്തി പരിശോധന നടത്തി. ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാൻ കോടനാട്ടിൽ നിന്ന് മെഡിക്കൽ സംഘം എത്തും. കുറച്ചു നാളുകളായി വെറ്റിലപ്പാറയിലെയും പ്ലാന്റേഷൻ മേഖലയിലെയും ജനവാസ മേഖലയിൽ ഗണപതി എത്തുകയും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവായിരുന്നു. വയനാട് മീനങ്ങാടിയിൽ ആശ്വാസ വാർത്തയാണ്. ഭീതി പടർത്തിയ കടുവ കൂട്ടിലായിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9:30യോടെയാണ് പാമ്പും കൊല്ലി കാവുങ്ങൽ കുരിന്റെ വീടിന് സമീപം വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം മൈലമ്പാടി അപ്പാട് പ്രദേശങ്ങളിൽ നിന്നും 3 വളർത്തുമൃഗങ്ങളെ ഈ കടുവ കൊന്നിരുന്നു. ഇതോടെ മേഖലയിൽ കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തിനൊടുവിലായിരുന്നു വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. പിടിയിലായ കടുവയെ ബത്തേരി കുപ്പാടിയിലെ കടുവാ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കടുവയുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും വ്യക്തമാവുകയുള്ളൂ എന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് ആ പ്രദേശത്തെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം. പക്ഷേ ഈ ഒരു കടുവ മാത്രമല്ല പ്രദേശത്തുള്ളതെന്നാണ്. വന്യജീവി ആക്രമണത്തിൽ വലിയ ആശങ്കയിലാണ് ആ പ്രദേശത്തുള്ളവർ എന്നുള്ളതാണ്. അത് വനം വകുപ്പ് ഇന്നലെയും ഇടുക്കിയിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. അതിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇടുക്കി ചിന്നക്കനാൽ പന്നിയാർ സ്വദേശി പരിമളം കാട്ടാന ആക്രമണത്തിൽ മരിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടും സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭ്യമായിട്ടില്ല. 10 ലക്ഷം രൂപ നൽകും എന്നായിരുന്നു പ്രഖ്യാപനമെങ്കിൽ ആകെ ലഭിച്ചത് 50,000 രൂപ മാത്രമാണ്. സഹായധന വിതരണത്തിലടക്കം സർക്കാർ നിസ്സംഗത പുലർത്തുന്നതായാണ് ആരോപണം. കഴിഞ്ഞ 2 മാസത്തിനിടെ 5 ജീവനുകളാണ് ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞത്. കഴിഞ്ഞ ജനുവരി 8-നാണ് തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെ പരിമളത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഞങ്ങൾ രണ്ടുപേർ വണ്ടി രാവിലെ ജോലിക്ക് പോയതാ. ജോലിക്ക് നോക്കി പോണോ ആന അങ്ങോട്ട് ഇപ്പുണ്ട്. ജോലിച്ച് നോക്കി പോകണം. അങ്ങോട്ട് പോയതാ. 8:15 ഒരേ ആന ഒരേ കൂച്ചലാണ്. കൂച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ പുറത്തിറങ്ങി വന്ന പിന്നെ എനിക്കറിയത്തില്ല. പിന്നെ അവിടം വരെ എത്തി പോകുമ്പോഴാണ് അവർ എൻ്റെ ഭാര്യ എടുത്തുകൊണ്ട് വരുന്നത്. എടുത്ത് വണ്ടി കയറ്റി കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി അവിടെ കൊണ്ട് രാജന്മാരി കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങോട്ട് ഇവിടെ വെട്ട് അടുത്ത് പോകുമ്പോൾ അങ്ങനെ അവസാനിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തെ തുടർന്ന് മേഖലയിൽ വലിയ പ്രതിഷേധമുയർന്നു. ഇതോടെ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അടിയന്തര സഹായമായി 50,000 രൂപയും വീട്ടിലെത്തിച്ചു നൽകി. എന്നാൽ തുടർ നടപടികളുണ്ടായില്ല.
പൈസ ഒന്നും കിട്ടിയിട്ടില്ല സാറേ, 50,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി പൈസ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു കിട്ടിക്കട്ടെ, ടീച്ചറിലെ പൈസ ഇട്ടിക്ക് അക്കൗണ്ടിൽ പൈസ ഗവൺമെൻറ് ആയിക്ക് പിന്നെ നിങ്ങൾ അക്കൗണ്ട് കയറും. പുള്ളി പറയുന്നത് അങ്ങനെയാണ്. ഇനിമാർ ജോലിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, മുണുക്ക് ജോലിക്കൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കമ്പനിയുടെ ഭാഗം അന്ന് നമ്മൾ കമ്പനി തീർത്താൽ അങ്ങനെയാണ്. ജോലി പുള്ളി മോൾക്ക് ജോലി തരും. മകന് വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായി ജോലി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതിനായുള്ള നടപടികളും ആരംഭിച്ചിട്ടില്ല. നഴ്സിംഗ് വിദ്യാർത്ഥിയായ മകൾക്ക് പഠനശേഷം ജോലി നൽകാമെന്ന് കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ മലേഷ്യയിലെ ജോലിയാണ്. എൻ്റെ ജോലി വണ്ടി ഓടിക്കാണ് ജോലി. ഞാൻ അവിടെ പണിപുരിഞ്ഞിട്ട് അമ്മ മരിച്ചുപോയി. എനിക്കറിയത്തില്ല. രാവിലെ ഒരു 11 o'clock അപ്പുറത്തെല്ലാം എനിക്കറിയാം. വിസ ഒന്നുമില്ല. വിസ കിട്ടിയാൻ പാടില്ല. വിസ കിട്ടിയാണെങ്കിൽ 20 നാൾക്ക് 25 നാൾക്ക് പിടിക്കും. അമ്മ നോക്കിയാൻ പാടില്ല. ഇവിടെ ഫാസ്റ്റിലെ വേല കിട്ടിയെന്ന് പറഞ്ഞത് പിന്നെ ഒരു ആൻസറും ചെയ്തിട്ടില്ല. എസ്റ്റേറ്റ് ലയത്തിലെ ഇടുങ്ങിയ സാഹചര്യങ്ങളിലാണ് പ്രായമായ അമ്മയും മക്കളും ഉൾപ്പെടെ 4 പേർ കഴിയുന്നത്. സ്വന്തമായി ഇവർക്ക് ഭൂമിയില്ല. മോഹനന്റെ ഏക വരുമാനത്തിലാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. അർഹതപ്പെട്ട നഷ്ടപരിഹാരം പോലും ഈ കുടുംബത്തിന്റെ കൈകളിലേക്ക് എത്തുന്നില്ലെന്നതാണ് ഉയർന്ന ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി. പ്രസിദ്ധമായ പത്തനംതിട്ട ഓമല്ലൂർ വയൽവാണിഭത്തിന് നാളെ തുടക്കമാകും. 1 മാസം നീണ്ടു നിൽക്കുന്ന ഓമല്ലൂർ വയൽവാണിഭം കാർഷിക സംസ്കാരത്തിന്റെയും വിപണനത്തിന്റെയും മേള കൂടിയാണ്. വയൽവാണിഭത്തിന്റെ സാംസ്കാരിക സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. 600 വർഷം പഴക്കമുള്ളതാണ് ഓമല്ലൂർ വയൽ വാണിഭം. കാർഷിക സംസ്കാരത്തിന്റെ പ്രൗഢിയും വിപണനവുമാണ് ഓമല്ലൂർ വയൽ വാണിഭത്തിന്റെ പ്രത്യേകത. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങളും പഴയകാല കാർഷിക ഉപകരണങ്ങളും വയൽ വാണിഭത്തിൽ ലഭിക്കും. ഓമല്ലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെയാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന ഓമല്ലൂർ വയൽ വാണിഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. കാർഷിക വിഭവങ്ങളെല്ലാം നാളെ മുതൽ ഇവിടെ എത്തും. കാച്ചില് അങ്ങനെയുള്ള ഒരുപാട് നല്ല വിഭവങ്ങൾ കൊണ്ടുവരുന്നവർക്ക് പ്രത്യേകമായ സമ്മാനങ്ങളും കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നെ വിവിധ സാംസ്കാരിക പ്രോഗ്രാമുകളാണ് പിന്നീടുള്ളത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് ചേർന്ന് ഉത്സവമായിട്ടാണ് ഈ വയൽ വാണിഭത്തെ കാണുന്നത്. 14 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. വിവിധ ദിവസങ്ങളിൽ കലാപരിപാടികൾ, കവിയരങ്ങ്, മ്യൂസിക്കൽ ഫ്യൂഷൻ, ഡോഗ് ഷോ, തിരുവാതിര, ചൊല്ലരങ്ങ് എന്നിവയും വയൽ വാണിഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 10 വരെയാണ് ഓമല്ലൂർ വയൽ വാണിഭം നടക്കുക. ന്യൂസ് 18 പത്തനംതിട്ട. ഹൈബി ഈഡൻ എംപിയുടെ തണൽ പദ്ധതിയിലെ 104ാമത്തെ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. എറണാകുളം പച്ചാളത്താണ് വീടൊരുങ്ങിയത്. പച്ചാളം അയ്യപ്പൻകാവ് സ്വദേശി ജിമ്മിക്കും അമ്മയ്ക്കുമായാണ് വീടൊരുക്കിയത്. പ്രളയത്തിന്റെ ഭാഗമായി ചെല്ലാനത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് വാസസ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് തണൽ. നമ്മൾ 2018 പ്രളയാനന്തരം വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ചേരാനെല്ലൂർ ആരംഭിച്ച പദ്ധതിയായിരുന്നു തണൽ. ആ തണലിൻ്റെ 104ാമത്തെ വീടാണ്. നമ്മൾ മെമ്പർ ഓഫ് പാർലമെന്റ് ആയതിനു ശേഷം മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായുള്ള 104ാമത്തെ വീടാണിത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വീട് കിട്ടുമെന്ന് തോന്നിയില്ല. എന്നുവെച്ചാൽ അപ്പനും വളരെയേറെ ആഗ്രഹിച്ചാണ് ഒരു വീട് കിട്ടാൻ. ഈളഞ്ചേട്ടൻ്റെ അപ്പം തന്നെ എനിക്കറിയാം, നന്നായി രാഷ്ട്രീയത്തിൽ ഉണ്ടായതാണ്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി തരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ചെതൽ എല്ലാ സ്ഥലത്തും കയറി. ഇപ്പോഴും ജിമ്മിയുടെ മേത്തുണ്ട്. ഇങ്ങനെ പ്രാർത്ഥനയുള്ളതുകൊണ്ട് എൻ്റെ നിന്ന് മാറി കിട്ടിയതാണ്. തണൽ പദ്ധതിയിലൂടെ തങ്ങൾക്കും തണലൊരുങ്ങിയതിൽ സന്തോഷമുണ്ടെന്ന് ജിമ്മി. നമുക്ക് വേണ്ടി കഷ്ടപ്പെടാത്ത ഒരു എത്ര പേർക്കാണ് വീട് വെച്ചു കൊടുക്കുന്നത്. ഇത് പൊതുജനം കാണാണ്. കാരണം ഈ അയപ്പിച്ചേട്ടനെ ഈ വർഷവും ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് ഞാൻ ഇതിലൂടെ ഇത് പറയുകയാണ്. പച്ചാളത്ത് നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ എംപി താക്കോൽദാനം നിർവഹിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കൊട്ടാരക്കര ടൗണിന് സമാന്തരമായി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി. മുട്ടമ്പലം മൈലം വില്ലേജ് ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് ലോവർ കരിക്കത്തെത്തുന്നതിനിടയിൽ 2.78 കിലോമീറ്റർ 4-വരി പാതയാണ് നിർമ്മിക്കുന്നത്. ഇതിനായി 25 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക. ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഭൂമി അടയാളപ്പെടുത്തി കല്ലിടുന്ന നടപടികളാണ് ആരംഭിച്ചത്. കിഫ്ബി നടപ്പാക്കുന്ന പദ്ധതിക്കായി കേരള റോഡ് ഫണ്ട് ബോർഡാണ്
നടപടികൾക്ക് തുടക്കമിട്ടത്. 23 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിനായി 110 കോടി രൂപയാണ് വകയിരുത്തിയത്. ബൈപ്പാസിനായി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആകാശപാതയും പുലമൺ തോടിന് കുറുകെ 2 ചെറുപാലങ്ങളും നിർമ്മിക്കാനാണ് ലക്ഷ്യം. പ്രാഥമിക നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ നിർമ്മാണം വേഗത്തിൽ തുടങ്ങുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കല്ലിടിയിൽ പൂർത്തിയായാലുടൻ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ റവന്യൂ വകുപ്പിന് കൈമാറും. ടൗണിൽ നേരത്തെ നിർദ്ദേശിച്ചിരുന്ന മേൽപ്പാലത്തിന് പകരമാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നത്. പദ്ധതി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ജലദൗർലഭ്യം പരിഹരിക്കാൻ തടയണ നിർമ്മിച്ച് ഗ്രാമപഞ്ചായത്ത്. വേനൽ കനത്ത പുഴയിലും കിണറിലും ജലനിരപ്പ് താഴ്ന്നതോടെയാണ് ചെറുപുഴയിലെ തോട്ടക്കടവിൽ തടയണ നിർമ്മിച്ചത്. നിർമ്മാണോദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ നിർവഹിച്ചു. വേനൽ രൂക്ഷമായതോടെ കിണറുകളിലും പുഴയിലും ജലനിരപ്പ് താഴ്ന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാനില്ല. രൂക്ഷമായ ജലക്ഷാമം മുന്നിൽ കണ്ടാണ് കാരശ്ശേരി പഞ്ചായത്ത് കാരമൂല ചെറുപുഴയിലെ തോട്ടക്കടവിൽ തടയണ നിർമ്മിച്ചത്. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മണൽ ചാക്കുകൾ അടുക്കി പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മിച്ചത്. ഇതോടെ ചെറുപുഴയിലെ ജലനിരപ്പ് ഉയരുകയും ചെറുപുഴയിൽ കൂടരഞ്ഞി, കാരശ്ശേരി പഞ്ചായത്തുകളിലെ ജലസേചന പദ്ധതികൾക്കായി ഉപയോഗിക്കുന്ന കിണറുകളിൽ വെള്ളം ലഭിക്കുകയും ചെയ്യും. ഈ മണ്ടേക്കടവ് ഈ പാലത്തിന് തടയണ ഇടുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഞങ്ങൾ ന്യൂസ് ആക്കിയിട്ടുണ്ട്. കുറേ അപേക്ഷകളും വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഇതുവരെ തീരുമാനമായില്ല. അത് വർഷം ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്തുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതൊരു തടയണ ചീപ്പിട്ട് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അത് അധികൃതരെ അറിയിക്കുന്നുണ്ട്. അറിയിച്ചിട്ട് ഇതുവരെ ഒരു നിയമ നടപടികളും വന്നിട്ടില്ല. എന്നാൽ തോട്ടക്കടവിൽ വർഷങ്ങൾക്ക് മുമ്പ് ജലസേചന വകുപ്പ് ബ്രിഡ്ജ് കം ബണ്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഗതാഗത സൗകര്യത്തിനുള്ള പാലത്തിന്റെ ഉപയോഗം മാത്രമാണിപ്പോൾ നടക്കുന്നത്. ബണ്ടിലിടാനുള്ള ചീപ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നശിച്ചുപോയി. ചീപ്പ് നശിച്ചുപോയ വിവരം നിരവധി തവണ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും ഒരു നടപടിയുമില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ബണ്ടിന് ചീപ്പ് ലഭിച്ചാൽ വർഷാവർഷം ഇത് നിർമ്മിക്കുന്ന പ്രയാസം ഒഴിവാക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി TM ജേക്കബിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഒരു ബണ്ട് കം ബ്രിഡ്ജാണിത്. പക്ഷേ ബണ്ട് എന്നുള്ള ആ ലക്ഷ്യം പൂർത്തീകരിച്ചില്ല. ജലസംരക്ഷണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് മാത്രം പൂർത്തീകരിച്ചില്ല. ബ്രിഡ്ജിൻ്റെ ഉപയോഗം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് ആളുകളുടെ ശ്രമഫലമായിട്ട് ഇടയ്ക്ക് തടയണ നിർമ്മിച്ചു. പക്ഷേ അതൊക്കെ ഇടയ്ക്ക് പൊട്ടിപ്പോവും. പിന്നീടും നാട്ടുകാരുടെ ശ്രമഫലമായി തടയണ നിർമ്മിക്കുന്നു, പൊട്ടിപ്പോകുന്നു. മാറി വരുന്ന സർക്കാരുകൾക്കൊക്കെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത നവകേരള സദസ്സിനും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നൊരു വിഷമമുണ്ട്, ദുഃഖമുണ്ട് നാട്ടുകാർക്ക്. ബണ്ടിന്റെ ഉദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ നിർവഹിച്ചു. ന്യൂസ് 18 കാരശ്ശേരി. ഇടുക്കി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് റവന്യൂ വകുപ്പ് പഞ്ചായത്തിന് 2 ഏക്കർ ഭൂമി വിട്ടു നൽകി. വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാനായി ഭൂമിക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കും. 6 മാസത്തിനുള്ളിൽ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ആനകൾ ഭക്ഷിക്കുന്നത് മുൻപ് വലിയ വിവാദമാവുകയും വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുകയും ചെയ്തിരുന്നു. നിരവധി കാരണങ്ങൾ പറഞ്ഞ് ആന വരുന്ന സ്ഥലമാണ്, പല കാരണങ്ങൾ പറഞ്ഞ് ജനവാസ മേഖലയാണ് എന്നൊക്കെ പറഞ്ഞത് ഇവിടുത്തെ നമ്മുടെ മാലിന്യം നീക്കം ചെയ്യാനായിട്ട് നമുക്ക് തടസ്സമായിട്ടിരിക്കുകയായിരുന്നു. ഗവൺമെൻറ് ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി നമുക്ക് അളന്നു തന്നിട്ടുണ്ട്. 2 ഏക്കർ ഭൂമിയാണ് നമുക്കിവിടെ അളന്നു തന്നിരിക്കുന്നത്. ഇവിടെ പണ്ടത്തെ പോലെ എല്ലാവരും ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടൊന്ന് കൂട്ടിയിട്ട് അതിന് തീ കൊടുക്കുന്നൊരു സ്വഭാവമല്ല നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇത് ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിലുള്ള പ്ലാന്റുകൾ തിരിച്ച് മൂന്നാറിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ജൈവമാലിന്യങ്ങൾ തരംതിരിച്ച് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള രീതിക്ക് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് നമുക്കിതൊന്ന് അളന്ന് കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ മറ്റു മൃഗങ്ങളൊന്നും കയറാതെ ഇതിനൊരു സോളാർ ഫെൻസിങ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ അതിൻ്റെ പണിയോടെ തുടങ്ങും. അത് കഴിഞ്ഞ് ഞങ്ങൾ ശുചിത്വ മിഷനുമായിട്ട് ഫണ്ടുകൾ വെച്ച് ഇതിനകത്ത് കൃത്യമായിട്ട് മാലിന്യ പ്ലാന്റ് പണിയാണ് ഇപ്പോൾ തീരുമാനം. കോഴിക്കോട് മഞ്ഞക്കടവ് GLP സ്കൂളിന്റെ 51ാമത് വാർഷികവും ഫോക്കസ് സ്കൂൾ ഉദ്ഘാടനവും നടന്നു. ഹെഡ്മാസ്റ്റർ ദേവസ്യ PJയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഉണ്ടായിരുന്നു. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അധ്യക്ഷനായി. മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദീപ് തെറ്റി മുഖ്യാതിഥിയായിരുന്നു. ഇനി അറിയിപ്പുകൾ.
2023-24 വർഷത്തെ കെട്ടിട നികുതി സ്വീകരിക്കുന്നതിനായി മാർച്ച് 31 വരെ എല്ലാ അവധി ദിവസങ്ങളിലും കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് തുറന്നു പ്രവർത്തിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഇടുക്കി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ RSBY ക്യാമ്പ്, കാസ്പ്, JSSK, RBSK, ആരോഗ്യ കിരണം എന്നീ വിഭാഗങ്ങളിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് ചികിത്സാർത്ഥം ആവശ്യമായി വരുന്ന വിവിധതരം MRI സ്കാനിംഗുകൾ ചുരുങ്ങിയ നിരക്കിൽ ചെയ്യുന്നതിന് താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവെച്ച ടെൻഡറുകൾ ക്ഷണിച്ചു. ടെൻഡർ ഫോമുകൾ മാർച്ച് 18 ഉച്ചയ്ക്ക് 1 മണി വരെ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കും. അന്നേ ദിവസം 4 മണി വരെ ഫോമുകൾ സ്വീകരിക്കും. KSRTC ആലപ്പുഴ യൂണിറ്റിൽ നിന്നുള്ള അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്ക് തുടക്കമായി. രാവിലെ 6 മണിക്ക് ആലപ്പുഴയിൽ നിന്ന് തുടങ്ങി മുഹമ്മ, തണ്ണീർമുക്കം, ബണ്ട് റോഡ്, കല്ലറ, കോട്ടയം, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, കഞ്ഞിക്കുഴി വഴിയാണ് സർവീസ് നടത്തുന്നത്. ഉച്ചയ്ക്ക് 1:30 ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടും. തിരുവനന്തപുരം നെടുമങ്ങാട് മഞ്ച സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ അടുത്ത അക്കാദമിക വർഷത്തേക്കുള്ള പ്രവേശനത്തിന് രജിസ്ട്രേഷൻ തുടങ്ങി. വിശദവിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലേക്ക് സ്റ്റെബിലൈസറോട് കൂടിയ റെഫ്രിജറേറ്റർ വിതരണത്തിന് ക്വട്ടേഷൻ ക്ഷണിച്ചു. ക്വട്ടേഷനുകൾ പ്രിൻസിപ്പാൾ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ എന്ന വിലാസത്തിൽ മാർച്ച് 15 ഉച്ചയ്ക്ക് 1 മുൻപായി നൽകുക. ഇടുക്കി ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അധ്യയന വർഷത്തേക്ക് ആവശ്യമായ യൂണിഫോം തുന്നി നൽകുന്നതിന് താൽപര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ക്വട്ടേഷനുകൾ ക്ഷണിച്ചു. ഓരോ ഇനത്തിലും ഒരെണ്ണം തുന്നുന്നതിനുള്ള നിരക്കാണ് രേഖപ്പെടുത്തേണ്ടത്. മാർച്ച് 18 വൈകുന്നേരം 3 വരെ ക്വട്ടേഷനുകൾ സ്വീകരിക്കും. ഇടുക്കി പൈനാവിൽ പ്രവർത്തിക്കുന്ന PMGSY പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് കാര്യാലയത്തിൽ പ്രതീക്ഷിക്കുന്ന അക്രഡിറ്റഡ് ഓവർസിയർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലികമായ 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യത. റോഡ് നിർമ്മാണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കോട്ടയം വൈക്കം പടിഞ്ഞാറേക്കര PN പണിക്കർ സ്മാരക നവോദയ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി അനുസ്മരണം നടന്നു. പരിപാടി മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ച വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനെയും ആദരിച്ചു. CK ആശ MLA അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK രഞ്ജിത്തിനെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. തിരുവനന്തപുരം മണക്കാട് ശ്രീ വിദ്യാധിരാജ സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ നടന്നു. കോട്ടയ്ക്കകം പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് കലാപ്രതിഭകൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വാർഷികത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. കായംകുളത്ത് സർവീസിലിരിക്കെ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് സഹായം നൽകി. ട്രാഫിക് യൂണിറ്റിലെ ഉദ്യോഗസ്ഥൻ K അനിൽകുമാറിന്റെ കുടുംബത്തിനാണ് സഹായം നൽകിയത്. പോലീസ് അസോസിയേഷൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും സമാഹരിച്ച തുകയാണ് കുടുംബത്തിന് കൈമാറിയത്. U പ്രതിഭ MLA സഹായനിധി കൈമാറി. കായംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാഹിർ N അധ്യക്ഷനായി. പ്രമുഖ നാടക പ്രവർത്തകനും ഭാഷാ പണ്ഡിതനുമായ പ്രൊഫസർ P ഗംഗാധരന് രംഗചേതന നാടക പുരസ്കാരം. ജനകീയ നാടക രൂപകൽപ്പനയ്ക്കുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് മലയാള വിഭാഗം മുൻ മേധാവിയാണ് പ്രൊഫസർ ഗംഗാധരൻ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും വേനൽ തുമ്പി സമത കലാജാഥകളുടെയും അരങ്ങൊരുക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ച പ്രൊഫസർ ഗംഗാധരൻ പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശിയാണ്. ഈ മാസം 27 തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം ഇന്ന് പുറത്തുവിടും.
വൈകിട്ട് 6 മണി മുതൽ 10 വരെയാണ് ഒപ്പീനിയൻ പോൾ. സംസ്ഥാനങ്ങളിലായി 1 ലക്ഷത്തിലേറെ പേരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സമാഹരിച്ചാണ് സർവേ ഫലം തയ്യാറാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒപ്പീനിയൻ പോളാണ് ന്യൂസ് 8-ന്റേത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലം ഇന്നറിയാം. നാളെ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളുടെയും മൊത്തത്തിലുള്ള ഫലമായിരിക്കും പുറത്തുവിടുക. എന്ന് മാത്രമാണ് അറിയേണ്ടത്. ഇന്ത്യയിലെ ഓരോ മണ്ഡലത്തിൽ നിന്നും ഇതുപോലെ വിവരങ്ങളും വിശദാംശങ്ങളും നൽകാൻ ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഞങ്ങൾ ജനമനസ്സിലുള്ളത് എന്തെന്ന് അന്വേഷിച്ചു. 21 സംസ്ഥാനങ്ങളിലെയും 1 ലക്ഷത്തിലേറെ ആളുകളിൽ നിന്ന് എല്ലാ മണ്ഡലങ്ങളിലെയും സാധ്യതകൾ പരിശോധിച്ചു. വീണ്ടും നമ്മളെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാകുമ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചും സ്ഥാനാർത്ഥികളെക്കുറിച്ചും മാത്രം ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും വിപുലമായി അഭിപ്രായം തേടാൻ മറ്റാർക്കുമാവില്ല. ഇത്രയും ആധികാരികമായി പറയാനാകില്ല. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ മാർച്ച് 13-നും 14-നും വൈകിട്ട് 6 മുതൽ 10 വരെ ന്യൂസ് 18-ൽ മാത്രം.